PV അൻവറുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകാതെ KC വേണുഗോപാൽ. അൻവർ കോഴിക്കോട് എത്തിയെങ്കിലും കൂടിക്കാഴ്ച നടന്നില്ല. അൻവറുമായി കൂടിക്കാഴ്ചയില്ലെന്നും എല്ലാം ഭാവനാ സൃഷ്ടിയെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അൻവറിനെ താൻ കാണുമെന്ന് ആര് പറഞ്ഞെന്നും KC വേണുഗോപാൽ ചോദിച്ചു. ഇതെല്ലാം നിങ്ങൾ സൃഷ്ടിക്കുന്നു. ഒരു കൂടിക്കാഴ്ച ആരും തീരുമാനിച്ചിട്ടില്ല, എന്നോട് ആരും പറഞ്ഞിട്ടുമില്ല. നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഓരോ വാർത്തകൾ ഉണ്ടാക്കുന്നു പറയുന്നുള്ളൂ. ഞാൻ പറയേണ്ട കാര്യം ഉച്ചക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതൊക്കെ ഇവിടെ കൊള്ളാവുന്ന നേതൃത്വം ഉണ്ടെന്നേ. ഇവിടെ നല്ല നേതൃത്വം ഉണ്ടല്ലോ. മാത്രമല്ല അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിനപ്പുറത്തൊന്നും പറയാനില്ല. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചൂട് അതിന്റെ ഏറ്റവും പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് കോൺഗ്രസിൽ ഈ രീതിയിലുള്ള പൊട്ടിത്തെറികൾ എന്നതുകൂടിയുണ്ട്. ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും അതുപോലെ തന്നെ PV അൻവറിന്റെ കാര്യത്തിലടക്കം നേതാക്കൾക്ക് പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ ഭിന്നതകളും കോൺഗ്രസ് രാഷ്ട്രീയത്തെ, നിലമ്പൂരിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ PV അൻവറുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകാതിരിക്കുകയാണ് KC വേണുഗോപാൽ. വിവരങ്ങൾ AK ലതീഷ് നൽകും. ലതീഷ്, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും തുടക്കം നമ്മൾ കണ്ടു. ഇപ്പോൾ അൻവറിന്റെ കാര്യത്തിലും നേതാക്കൾ പല വഴിയിലാണ്. സുധാകരന് PV അൻവർ മുന്നണിയിൽ ഉണ്ടാകണം, എന്നാൽ സതീശന് PV അൻവർ മുന്നണിയിൽ ഉണ്ടാകരുത്. ഇപ്പോഴിതാ KC വേണുഗോപാൽ കൂടിക്കാഴ്ചയ്ക്ക് പോലും തയ്യാറായിട്ടില്ല. ഇനി പ്രതീക്ഷ KC വേണുഗോപാലാണെന്ന് ഇന്ന് രാവിലെയാണ് PV അൻവർ വ്യക്തമാക്കിയത്. കാരണം സംസ്ഥാന നേതൃത്വം, പ്രത്യേകിച്ച് VD സതീശൻ PV അൻവറിനെ മുന്നണിയിലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ നിലപാട് പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിനെതിരെയും പ്രതിപക്ഷ നേതാവിനെതിരെ PV അൻവർ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ താൻ മുൻകൈയെടുത്തൊരു ചർച്ച നടത്തിയാൽ അത് ശരിയാവില്ല, അത് കോൺഗ്രസിനുള്ളിൽ കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് KC വേണുഗോപാലിനുണ്ടായി. അതുകൊണ്ടാണ് ചർച്ചയ്ക്കായി കോഴിക്കോട് PV അൻവർ എത്തിയിട്ട് പോലും അതിന് തയ്യാറാവാതെ KC വേണുഗോപാൽ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ കുറേ സമയം ചെലവഴിച്ചു. എന്നാൽ ചർച്ചയ്ക്ക് PV അൻവർ എത്തിയില്ല, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് KC വേണുഗോപാൽ തയ്യാറായില്ല. KC വേണുഗോപാൽ ഡൽഹിക്ക് മടങ്ങുകയും ചെയ്തു. സ്ഥാനാർത്ഥിയെ ഇകഴ്ത്തി സംസാരിച്ചതും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെ തുടർച്ചയായി PV അൻവർ നടത്തുന്ന അധിക്ഷേപങ്ങളും അല്ലെങ്കിൽ മോശമായ പരാമർശങ്ങളും ഇപ്പോൾ നടത്തുന്ന ചർച്ചയ്ക്ക് ഗുണമാവില്ല എന്നൊരു തിരിച്ചറിവ് KC വേണുഗോപാലിനും ഉണ്ടായി. KC വേണുഗോപാൽ സംസ്ഥാന നേതാക്കളുമായി ഫോണിൽ സംസാരിച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടുകൂടിയാണ് നിരാശനായി PV അൻവറിന് മടങ്ങേണ്ട ഒരു സാഹചര്യം ഇന്ന് കോഴിക്കോട് ഉണ്ടായത്. എന്തായാലും വലിയ പ്രതിസന്ധി PV അൻവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൽ രൂപപ്പെടുകയാണ്. PV അൻവറിനെ തള്ളാനും കൊള്ളാനും വല്ലാത്ത ഒരു അവസ്ഥയിലാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം എത്തിപ്പെട്ടിരിക്കുന്നത്. അതാണ് ലതീഷ്. അപ്പോൾ ഇനി പ്രതീക്ഷ KC വേണുഗോപാലിലാണ് എന്ന് PV അൻവർ പറഞ്ഞത്. ഇപ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകാതെ KC വേണുഗോപാൽ മടങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഉയരുന്നൊരു ചോദ്യം, ഇനി എന്തിലാണ് അൻവറിന്റെ പ്രതീക്ഷ എന്നുള്ളതാണ്. ഇനി അൻവർ ഏത് തരത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം വരിക എന്നത് നമുക്ക് കാത്തിരുന്നു കാണാം. എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടുകൂടിയാണ്, ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടുകൂടിയാണ് UDFുമായുള്ള നീരസം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ നീരസം PV അൻവർ തുറന്നു പറഞ്ഞത്. അത് സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചു. അവർ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ PV അൻവറുമായി നേരിട്ടുള്ള ഒരു ചർച്ചയ്ക്കൊന്നും തയ്യാറാവാതെ വരികയും തിരിച്ച് PV അൻവർ VD സതീശനെതിരെ നിലപാടെടുക്കുകയും ചെയ്തതോടുകൂടിയാണ് ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമായത്. എന്നാൽ പ്രശ്നം പരിഹരിക്കണമെന്നുള്ള നിലപാടാണ് K സുധാകരൻ അടക്കമുള്ള ആളുകൾക്കുള്ളത്. അല്ലെങ്കിൽ PV അൻവർ UDFുമായി സഹകരിപ്പിക്കണം എന്നുള്ള നിലപാട് ഇന്ന് വീണ്ടും K സുധാകരൻ അടക്കമുള്ള ആളുകൾ ഉന്നയിച്ചു. എന്നാൽ നിലവിൽ അത്തരം ഒരു സാഹചര്യത്തിൽ PV അൻവറുമായി നടത്തുന്ന ചർച്ച ഗുണകരമാവില്ല എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് കോൺഗ്രസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കോൺഗ്രസും PV അൻവറിൻ്റെ നിലമ്പൂർ മണ്ഡലത്തിലെ സ്വാധീനം തിരിച്ചറിഞ്ഞു എന്ന് വേണം കരുതാൻ. എന്തായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് UDFുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് PV അൻവറിൻ്റെ നിലപാട് എന്തായിരിക്കുമെന്നത് സംബന്ധിച്ച തീരുമാനം ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. ലീഗ് നേതൃത്വമാണ് ഈ വിഷയത്തിൽ പ്രധാനമായും ഒരു മധ്യസ്ഥം എന്നുള്ള നിലയിൽ ഇടപെട്ടത്. ആ മധ്യസ്ഥ ശ്രമവും പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് KC വേണുഗോപാൽ പോലും ചർച്ചയ്ക്ക് തയ്യാറാവാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.
ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം PV അൻവർ UDF-നൊരു കല്ലുകടിയായിരിക്കുകയാണ്. ലീഗ് മധ്യസ്ഥ ചർച്ചയ്ക്കൊക്കെ വരുന്നുണ്ടെങ്കിലും ആ ചർച്ചകൾ പരാജയപ്പെടുന്നു. PV അൻവറിന്റെ ഇനിയുള്ള നീക്കങ്ങൾ എന്ത് എന്നുള്ളത് മറ്റൊരു ചോദ്യം കൂടിയാണ്. AK ലതീഷാണ് വിവരങ്ങൾ നൽകിയത്.